കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം അർജന്റീന നിലനിർത്തി. അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു അർജന്റീന കൊളംബിയയെ തോൽപ്പിച്ചത്. പകരക്കാരനായി എത്തിയ ലൗട്ടാരോ മാർട്ടിനസ് ആണ് വിജയ ഗോൾ നേടിയത്. ജയത്തോടെ കോപ്പയിൽ അർജന്റീനയുടെ കിരീട നേട്ടം 16 ആയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരി ചേരുകയാണ്. എൽദോ, ഈ മത്സരത്തിൽ മെസ്സി പരുക്കേറ്റ് പുറത്തു പോകേണ്ട ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏഞ്ചൽ ഡി മരിയയുടെ വിടവാങ്ങൽ മത്സരം. എന്തായാലും ഇത് അർജന്റീന ഈ കപ്പ് ഉയർത്തും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു കളിച്ചത്. പക്ഷേ മത്സരം അത് പ്രതീക്ഷിച്ച രീതിയിലേക്ക് ഉയർന്നില്ലല്ലോ. ഉറപ്പായിട്ടും മഞ്ജുഷ, അത്തരം ഒരു മികവിലേക്ക് അർജന്റീന ഉയർന്നില്ല എന്നുള്ളതാണ്, പ്രത്യേകിച്ചും ആദ്യ പകുതിയിൽ. പക്ഷേ രണ്ടാം പകുതിയിൽ കളി വ്യത്യസ്തമായിരുന്നു. ഒരുപക്ഷെ ലയണൽ മെസ്സിക്ക് കണ്ണീരോടുകൂടി പരിക്കേറ്റ് മടങ്ങേണ്ടി വന്നുവെങ്കിൽ പോലും അർജന്റീനയുടെ കളി മികവ് ഉയർന്നത് രണ്ടാം പകുതിയിലായിരുന്നു. നിക്കോ ഗോൺസാലസ് അർജന്റീനയുടെ സൂപ്പർ നായകൻ ലയണൽ മെസ്സിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയതിന് പിന്നാലെ അർജന്റീനയുടെ കളത്തിലെ പോരാട്ടവും മാറുന്നത് അത് വേറൊരു വ്യത്യസ്ത കാഴ്ചയായി. പക്ഷേ അപ്പോൾ പോലും ഈ ഡഗ് ഔട്ടിൽ ഇരുന്ന് കരയുന്ന ലയണൽ മെസ്സി ഒരു സങ്കട കാഴ്ചയായിരുന്നു. ആ കരയുന്ന ലയണൽ മെസ്സിക്ക് ഒരു കണ്ണീരിന്റെ വലിയ സങ്കടം നിലനിൽക്കുകയാണ് അത് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുന്നത്. നിശ്ചിത സമയത്ത് ഇരു ടീമിനും ഗോൾ രഹിതമായി തുല്യത പാലിക്കേണ്ടി വന്നു. 74-ാം മിനിറ്റിൽ അർജന്റീനയുടെ ഗോൾ ശ്രമം അത് ഓഫ് സൈഡ് വിളിച്ച് അത് പാഴായതോടുകൂടി വീണ്ടും ഗോളിലേക്കായുള്ള തുടരെ ആക്രമണം നടന്നു. പ്രത്യേകിച്ചും ആ ലെഫ്റ്റ് വിങ്ങിലൂടെ ഇന്ന് വിരമിക്കൽ മത്സരം നടത്തിയ ഏഞ്ചൽ ഡി മരിയ മനോഹരമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തിയത്. നിക്കോ ഗോൺസാലസിനെയും കൂട്ടുപിടിച്ച് ഗംഭീരമായിട്ടുള്ള നീക്കങ്ങൾ കൊളംബിയൻ ഗോൾ മുഖത്തുണ്ടായി. പക്ഷേ അപ്പോഴൊന്നും ഗോളിലേക്ക് എത്താതെ പോയി എന്ന് മാത്രം. എന്നാൽ ആദ്യ പകുതി വ്യത്യസ്തമായിരുന്നു. ആദ്യ പകുതിയിൽ കൂടുതൽ ഗോളാക്രമണങ്ങളും പന്തടക്കവും എല്ലാം കൊളംബിയയ്ക്ക് സ്വന്തമായിരുന്നു. പക്ഷേ അവിടെയും കൊളംബിയ പരാജയപ്പെട്ടു. ഹമേഷ് റോഡ്രിഗസിന് ഒരു കോപ്പ അത് അന്യമായി തന്നെ നിൽക്കുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ 112-ാമത്തെ മിനിറ്റിലാണ് അർജന്റീനയ്ക്ക് ആ വിജയ ഗോൾ സ്വന്തമാകുന്നത് ലൗതാരോ മാർട്ടിനസിലൂടെ. ലൗതാരോ മാർട്ടിനസ് ആ ഗോൾ നേടിയതും പിന്നെ അർജന്റീനയ്ക്ക് 8 മിനിറ്റിന്റെ സമയം മാത്രമേ പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ നീങ്ങേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രതിരോധത്തിലേക്ക് നീങ്ങേണ്ടതുണ്ടായിരുന്നുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായ സ്കലോണി ഡിഫൻഡർമാരെ കൂടുതൽ കളത്തിലിറക്കി ഒട്ടമെന്റിയെ കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു പ്രതിരോധത്തിന്റെ നല്ലൊരു പാഠം തന്നെ അവസാന 8 മിനിറ്റിൽ അർജന്റീന കാഴ്ചവെക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിലത്തെ സെക്കൻഡുകളിൽ കൊളംബിയ പൊരുതി നോക്കിയെങ്കിൽ പോലും 16-ാം കോപ്പ അമേരിക്ക കിരീടം എന്ന ലക്ഷ്യത്തിലേക്ക് അർജന്റീനയെ തടഞ്ഞു വെക്കുക അസാധ്യമായിരുന്നു. ലയണൽ മെസ്സിക്ക് അർജന്റീന സംഘത്തിന് ഇത് കിരീടങ്ങളുടെ സുവർണകാലമാണ്. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം 2014, 2012, 2016 ഒക്കെ ലോകകപ്പിലും കോപ്പ അമേരിക്കയിലും ആകെ ആടിയൊളിഞ്ഞ അർജന്റീന ഇപ്പോൾ തുടരെ കിരീടങ്ങൾ നേടി ലോകത്തെ ഏറ്റവും മികച്ച സംഘമായി നിലനിൽക്കുന്നു. ഈ ഒരു കാഴ്ച മലപ്പുറത്തുണ്ടായിരുന്നു. മലപ്പുറത്ത് അർജന്റീനയുടെയും മെസ്സിയുടെയും ആരാധകർ ആവേശത്തിലായിരുന്നു. ഇടയ്ക്ക് മെസ്സി പരിക്കേറ്റ് പിന്മാറേണ്ടി വന്നതും ഡഗ്ഔട്ടിലിരുന്ന് കരഞ്ഞതും ഒക്കെ ആരാധകരെ നിരാശരാക്കിയിരുന്നു. പക്ഷേ അവസാനം ഏഞ്ചൽ ഡി മരിയയ്ക്ക് വേണ്ടി മെസ്സി ഈ കപ്പ് ഉയർത്തുന്നത് കാണുന്നതിലുള്ള ആവേശം മലപ്പുറത്തെ ആരാധകർക്കുണ്ടായിരുന്നു. അവരുടെ ആവേശം പെരുമഴയ്ക്ക് പോലും അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. മലപ്പുറത്തെ അർജന്റീനൻ ആരാധകർ ആവേശത്തിലാണ്. സ്വന്തമാക്കിയതോടെ അർജന്റീനൻ ആരാധകർ മലപ്പുറത്തിന്റെ ആവേശം മുൻകൂടിയിലേക്ക് പോയി. ആ കപ്പ് ഞമ്മക്കുള്ളതാണ്, നമ്മൾ പറഞ്ഞിരുന്നു, അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കളിയുടെ ഏറ്റവും ആവേശകരമായ അവസാന ഘട്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞു എല്ലാ ഫുൾ ടൈമിലാണ്. ലാസ്റ്റ് ഘട്ടത്തിൽ ഞങ്ങൾ ഗോൾ അടിച്ചു. അത് തികച്ചു ഡിമറിയന്റെ വിരമിക്കലിന്റെ കപ്പായി. മെസ്സി വിരമിക്കോ? അതോടെ മെസ്സി വിരമിക്കോ എന്ന് പറയാനായിട്ടില്ല. അത് കാത്തിരുന്ന് കാണണം. അടിപൊളി കളി. ലോകം കണ്ട ഏറ്റവും നല്ല കളിക്കാരനാണ് ലയണൽ മെസ്സിക്ക് പരിക്ക്. ടീം പതറിയില്ല, ടീം പതറൂല. കാരണം ഓരോരോ കളിക്കാരനും മെസ്സി വാർത്തെടുത്ത കളിക്കാരനാണ്, സ്കൊളാനി വാർത്തെടുത്ത കളിക്കാരനാണ്. സാക്ഷാൽ ഡി മരിയ മനാക്കന്മാരെ പോലെ ഉയർന്നു. ലൗതാരോ മാർട്ടിനസ് എന്ന ഗോളടി യന്ത്രം ലീഗിലെ ടോപ്പ് സ്കോർ ആയിട്ട് 5 ഗോൾ അടിച്ചുകൊണ്ട് ഈ കോപ്പ അമേരിക്കയിലെ ടോപ്പ് സ്കോറായി. 2 കോപ്പ അമേരിക്ക, 1 വേൾഡ് കപ്പ്, 1 ഫൈനലിസിമ. ഇതിനും കാട്ടി എങ്ങോട്ട് വേണം മെസ്സിക്ക്? യൂറോ കപ്പ് നേടാൻ ഇത്തവണയും ഇംഗ്ലണ്ടിന്